അതേപോലെ ചില വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും സുന്ദരനായ 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ്. മഹാത്മാഗാന്ധി 1924 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാവുന്നത്. അദ്ദേഹത്തിന്റെ 100ാമത് പ്രസിഡന്റായിട്ട് 100ാമത്തെ വാർഷികം നമ്മളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 സ്ഥാപിച്ച 1897 ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായെങ്കിൽ എത്രയധികം ഭീഷ്മശാലിയും എത്രയധികം രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുതലമുറ പോലും അതിന് കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള നേതാക്കന്മാരെ നമ്മൾ മറക്കുകയും അങ്ങനെ മറക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്ര നേതാക്കന്മാരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ റാഞ്ചിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്, ന്യായാധിപനായിട്ട്, രാഷ്ട്രതന്ത്രജ്ഞനായിട്ട്, വലിയ അഭിഭാഷകനായിട്ട്, എതിരേറെ പറയുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ പലപ്പോഴും പലരും പ്രതികരിക്കുവാൻ മടിച്ചപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇംഗ്ലണ്ടിൽ പോയി ആ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മേജർ ഡയറിനെതിരെ വിചാരണ നടത്തുവാൻ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോയത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയും. ന്യായാധിപന്മാർ പലപ്പോഴും അധികാരി വർഗത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ഇംഗ്ലണ്ടിലെ ന്യായാധിപന്മാർ 12 പേർ കൂടിയ ഒരു ന്യായാധിപ കോടതിയായിരുന്നു. അതിൽ 11 പേരും ചേറ്റൂർ ശങ്കരൻ നായർക്കെതിരായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്. ഒരാൾ മാത്രം, ഇംഗ്ലണ്ടിൽ ഒരാൾ മാത്രം ചേറ്റൂർ ശങ്കരൻ നായർക്ക് അനുകൂലമായി പറഞ്ഞു. അത് നമുക്കറിയാം. അതെല്ലാം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായി മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. പട്ടേലിനെ ഒരു ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റി നമ്മുടെ രാജ്യത്തുടനീളം പ്രതിമ സ്ഥാപിച്ചു. എന്തോ സംഘപരിവാർ ശക്തിയുള്ള നേതാവായിരുന്നു എന്ന വ്യക്തി തീർക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതായത് ഗുജറാത്ത് അടക്കമുള്ള പല സ്ഥലങ്ങളിലും BJPക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. എന്ന് പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മഹാത്മാഗാന്ധിയുടെ ചിത്രവിധാനത്ത് ഒരു യോഗത്തിൽ പോലും വെക്കാതിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഇന്ന് ആ ചിത്രങ്ങൾ നയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളും ഫോട്ടോകളും വെച്ച് പ്രചരണങ്ങൾ നടത്തുന്നു. ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒരു പരിധിവരെ നമ്മുടെ പങ്കുണ്ട് എന്ന് വിസ്മരിക്കുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ മലയാളിയായ ഏക പ്രസിഡന്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ, വലിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും സമൂഹത്തിൽ അവർ പകർന്നു നൽകിയ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിന്റെ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കടമയാണ്.